ദിനവൃത്താന്തം 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരൂശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങിവന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റ് ചെന്നു യഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നു വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. എങ്കിലും നീ അശേര പ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോശാഫാത്ത് യെരൂശലേമിൽ പാർത്തു. ബേർശേബ മുതൽ എഫ്രയീം മലനാട് വരെ ജനത്തിന്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ച് അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തി. അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ച്, നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്കു വേണ്ടി അത്ര ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. ആകയാൽ യഹോവാഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവീൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ. യെരൂശലേമിലും യഹോശാഫാത്ത് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിന്റെ പിതൃഭവനത്തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു. അവർ യെരൂശലേമിൽ മടങ്ങിവന്നു. അവൻ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹോവ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊള്ളണം. അതത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ, അവർ യഹോവയോട് അകൃത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തുകൊള്ളുവീൻ. ഇതാ, മഹാപുരോഹിതനായ അമര്യാവ് യഹോവയുടെ എല്ലാ കാര്യത്തിലും യഹൂദ ഗ്രഹത്തിന്റെ പ്രഭുവായ ഇശ്മായേലിന്റെ മകൻ സെബദ്യാവ് രാജാവിന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു. ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾക്ക് ഉണ്ട്. ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുവീൻ. യഹോവ നല്ലവരോടുകൂടെ ഇരിക്കും.